ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് ജയ്. ഇന്നലെ ഒരു ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അതിന് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. കാരണം വേറെ ചില പേഴ്സണൽ തിരക്കുകളിൽ പെട്ടതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഫിഷ് റെസിപ്പി ചെയ്ത് നോക്കാം. അതായത് നമ്മുടെ എന്താ പറയുക, ഷീലാവ് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇവിടെ തമിഴ്നാട്ടിലൊക്കെ വഞ്ചിരം മീൻ എന്ന് പറയുന്ന ബരക്കുട ഫിഷ്, അതിലൊരു റോസ്റ്റ് ചെയ്യാനാണ് ഇന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഷീലാവ് റോസ്റ്റ്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഷീലാവ് റോസ്റ്റിനായിട്ട് കുറച്ച് ഷീലാവ് മീനെടുത്ത് കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് സ്ലൈസസ് ആക്കിയിട്ട് അതിന് ഉപയോഗിക്കുന്ന മസാലകൾ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ചെറിയൊരു സവാള, ഒരു ചെറിയ കഷ്ണം, അതായത് ചെറിയ സവാളയുടെ ഒരു ഹാഫ് എടുത്തിട്ടുള്ളൂ. അതേപോലെ കുറച്ച് വെളുത്തുള്ളി മാത്രം, ഇഞ്ചിയില്ല, വെളുത്തുള്ളി മാത്രം കുറച്ച് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് കുടംപുളിയും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഈ പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഷീലാവ് റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം കുറച്ച് നല്ലപോലെ പാൻ ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ സൺഫ്ലവർ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഈ റോസ്റ്റിന്റെ പ്രത്യേകത, ഇതിന് നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. കൂടി വന്നാൽ ഒരു 2 ടേബിൾ സ്പൂണോളം മാത്രമേ ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഈ എണ്ണ ധാരാളം മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് എന്താ പറയുക, കളർ മാറുമ്പോഴത്തേക്കും ഒന്ന് സോഫ്റ്റ് ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമ്മുടെ ഈ മീൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇതിലും ഞാൻ മുളക് പൊടിയും മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കുറച്ച് ജീരകപ്പൊടിയും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ചേർത്ത് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഫിഷാണ്. അപ്പം നമ്മൾ ഇതെല്ലാം ആ മസാല, ആ മീൻ കഷ്ണങ്ങളൊക്കെ ഈ ഉള്ളിയും വെളുത്തുള്ളിയും മൂപ്പിച്ച ആ ഒരു മസാലക്കൂട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. വെച്ച് കൊടുത്ത് ഒരു 30 സെക്കൻഡിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അടുത്ത വശവും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് വേറൊരു കാര്യം ചെയ്യണം. ഇപ്പോൾ അടുത്ത സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞു. ഇത്രയും മതി. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിവിടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഈ കുടംപുളി ഉണ്ടല്ലോ, ഈ കുടംപുളിയും അതിൻ്റെ വെള്ളവും ഒന്നിച്ച് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഇത് കുറച്ചു നേരം അടച്ചു വെച്ചിട്ടൊന്ന് ഫ്രൈയും ആവണം, കൂടെ വെന്തും കിട്ടണം. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കിക്കഴിഞ്ഞു. തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ഇത് റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടുത്ത സൈഡും ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുത്ത് കുറച്ചും കൂടെ ഒന്ന് നല്ല റോസ്റ്റ് ആക്കി എടുക്കും, നല്ല ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ, 2 സൈഡും നല്ലപോലെ മൊരിഞ്ഞു കഴിഞ്ഞു, എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. ഇവിടെ ആർക്കും ഇന്ന് തേങ്ങാപ്പാൽ വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒരു 2-3 സ്പൂൺ മതി ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും ഇതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കാം. കഴിഞ്ഞു. നമ്മുടെ റോസ്റ്റ് റെഡി, ഷീലാവ് റോസ്റ്റ് റെഡി. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ടേസ്റ്റ് ചെയ്യാം. ഇതാ കണ്ടോ, നമ്മുടെ ഷീലാവ് റോസ്റ്റ് റെഡി, അതായത് വഞ്ചിരം റോസ്റ്റ്. എങ്ങനെ, നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? എന്താ രമേശേട്ടാ, ഷീലാവ് റോസ്റ്റ് റെഡി. ഷീല എന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ, മലയാളത്തില് ഷീലാവ് എന്ന് പറയും, തമിഴ്നാട്ടിൽ ഇതിനെ വഞ്ചിരം ഫിഷ്. ആ അതന്നെ, അതെ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അതായത് ഇത് ഞാനിതിൽ കുടംപുളിയൊക്കെ കുറച്ചിട്ടിട്ട് റോസ്റ്റ് ചെയ്തതാണ്.
വെരി ഗുഡ്. ഫിഷ് ഫേസ് ഫ്രഷ് ഇഷ്ടമായി. ഓ സമാധാനം. ഇനിയിപ്പോ കൊടംപുളി ഇട്ടത് കൊണ്ട് റോസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ലയോ എന്ന് വിചാരിച്ചു ഞാൻ. ഓക്കെ, എന്തായാലും അപ്പൊ നമ്മുടെ കൊടംപുളി എപ്പോഴും ബെസ്റ്റ് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഷീലാവ് റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഒരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.